ദൈവം മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകമായിരിക്കുന്ന കഴിവുകളോടും വിശേഷമായിരിക്കുന്ന താലന്തുകളോടും ചിന്താശേഷിയോടും ഒരുപാട് കാര്യങ്ങൾ അവനെ കൊണ്ട് സാധ്യമാകത്തക്കവണ്ണമുള്ള ഭയങ്കര ബുദ്ധിവൈഭവത്തോടു കൂടിയാണ് മനുഷ്യനെ ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് ഇന്നിൻ്റെ സമൂഹത്തിൽ ഈ ടെക്നോളജിയിലും 20 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഇത്രയും അധികം ഉയരങ്ങളിലെത്താൻ മനുഷ്യന് കഴിഞ്ഞതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു തരത്തിലാണ്. അവന് അസാധ്യമായി ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഏറെക്കുറെ കാര്യങ്ങൾ അവന് പ്രാപ്തമാണ്, അല്ലെങ്കിൽ അവന് സാധ്യമാണ് എന്നുള്ള നിലയിലാണ് അവൻ്റെ ചിന്തകളെയും ബുദ്ധിയെയും അവൻ്റെ കായികക്ഷമതയും ഒക്കെ ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ വിചാരിക്കുന്നത് മനുഷ്യനെ കൊണ്ട് എല്ലാം കഴിയുമെന്നാണ് മനുഷ്യർ കരുതുന്നത്. ഒരിക്കലുമല്ല. എല്ലാം മനുഷ്യന് കഴിയുമെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സർവ്വശക്തിത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മറിയയുടെ അടുക്കൽ കടന്നു വന്ന ഗബ്രിയേൽ ദൂതൻ മറിയയോട് പറയുകയാണ്, ഒരു വിശുദ്ധ പ്രജ ജനിക്കാനായിട്ട് പോവുകയാണ്, പരിശുദ്ധാത്മാവിനാൽ ഒരു മകൻ ജനിക്കാൻ പോകുകയാണ്, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കാനായിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറിയയോട് ഗബ്രിയേൽ ദൂതൻ വന്ദനം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അന്നേരം മറിയ ദൈവത്തോട്, അല്ലെങ്കിൽ ആ ദൂതനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അന്നേരം ഇറങ്ങി വന്ന ഗബ്രിയേൽ ദൂതൻ മറിയയോട് പറഞ്ഞ വേദഭാഗമാണ് ഇന്ന് നമ്മൾ സന്ദേശത്തിൻ്റെ തലക്കുറിമാനമായി കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. മനുഷ്യർ വിചാരിക്കുന്നത് മനുഷ്യർക്കെല്ലാം കഴിയുമെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്തെല്ലാം കഴിവുണ്ടെന്നും എത്ര മിടുക്കനാണെന്നും എത്ര ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞിരുന്നാലും ചില ഘട്ടങ്ങളിൽ മനുഷ്യൻ ഒന്നുമില്ലാത്തവനും നിസ്സാരനായി പോവുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങൾ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? നമുക്ക് പണമുണ്ടെങ്കിലും, നമുക്ക് സാധ്യതകളുണ്ടെങ്കിലും, നല്ല ബുദ്ധിശക്തി ഉണ്ടെങ്കിലും, കായികക്ഷമതയുണ്ടെങ്കിലും, പലതും നമുക്ക് നേടാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ കൈകൾക്ക് ശക്തി ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ചിലയിടങ്ങളിൽ നമ്മൾ നിസ്സാരരാണ്. അവിടെയാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സർവ്വശക്തിത്വം, ദൈവത്തിൻ്റെ സർവ്വശക്തി നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ മറിയോട് പറയുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ പലതും നിങ്ങൾക്ക് അസാധ്യമാണ്, പക്ഷേങ്കിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പലയിടങ്ങളിൽ എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയത്തില്ല, പക്ഷെ ദൈവത്തിന് നിങ്ങളെ അവിടെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഏതോ ചില മേഖലകളിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തില്ല, പക്ഷേങ്കിൽ ദൈവത്തിന് നിങ്ങളെ ജയിപ്പിക്കാൻ, നിങ്ങൾക്ക് വിജയം നൽകാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ്. പഴയ നിയമത്തിൽ അബ്രഹാമിനെയും സാറയെയും കുറിച്ച് പറയുന്ന ഒരു മനോഹരമായ വേദഭാഗമുണ്ട്, 18-ാമത്തെ അധ്യായം. അവരുടെ വീട്ടിലിറങ്ങി വന്ന 3 ദൂതന്മാർ സാറായെ നോക്കിയിട്ട് പറയുകയാണ്, അടുത്ത ആണ്ടിൽ നിനക്കൊരു മകൻ ജനിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. സാറ അത് കേട്ടിട്ട് ചിരിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അന്നേരം വന്ന ദൂതന്മാരിൽ ഒരാൾ സാറായിയോട്, അബ്രഹാമിനോട് ചോദിക്കുകയാണ്, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പലപ്പോഴും നമ്മൾ ചിരിച്ചു തള്ളുന്ന, പലപ്പോഴും നമ്മൾ വിചാരിക്കുമോ ഇനി അതൊന്നും നടക്കാനായിട്ട് പോകത്തില്ല, ഇനി കാര്യങ്ങൾ നേരെ ചെവനാകാനായിട്ട് പോകുന്നില്ല, ഇനി എന്ത് മെച്ചപ്പെട്ട ജീവിതമാണ് ലഭിക്കാനായിട്ട് പോകുന്നത്, ഇനി എന്നാണ് ഒരു വിടുതൽ ലഭിക്കാനായിട്ട് പോകുന്നത്, ഇനി എന്നാണ് കാര്യങ്ങൾ ശരിയായി നടക്കാനായിട്ട് പോകുന്നത്? അവരുടെ വീട്ടിലേക്ക് വന്ന ദൂതന്മാരിൽ ഒരാൾ സാറായിയോട് പറഞ്ഞ വാക്ക് വളരെ മനോഹരമാണ്, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു സംശയത്തോടുകൂടെ, ഇനി എന്ന് കാര്യങ്ങൾ ശരിയാകും, ഇനി എന്നാണ് കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാകുന്നത്, ഇനി എന്നാണ് കാര്യങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു സംവിധാനം ലഭിക്കാനായിട്ട് പോകുന്നത്, അത്തരത്തിൽ ചോദ്യത്തോടു കൂടിയാണ് നിങ്ങൾ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സാറായിയോട് ദൂതൻ ചോദിച്ച ആ ചോദ്യം വളരെ മനോഹരമാണ്. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ട്. പഴയ നിയമത്തിൽ ഏറ്റവും തകർന്നു പോയതും ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യതയുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ് എന്ന മനുഷ്യൻ. തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, സകലതും അദ്ദേഹത്തിന് കൈമോശം വന്നു, തൻ്റെ ശരീരം ജീർണിച്ച് പുഴുവരിക്കുന്ന തരത്തിലേക്ക് ജീവിതം മാറുകയാണ്. അന്നേരം ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ ഇയ്യോബ് ദൈവത്തോട് പറയുന്ന ഒരു വേദഭാഗം വളരെ മനോഹരമാണ് ഈ ചിന്തകളുമായി ബന്ധപ്പെട്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുകയാണ്. ഇയ്യോബ് ആ തകർന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞ ആ വാക്ക് വളരെ മനോഹരമാണ്, നിനക്ക് സകലതും കഴിയും.
എൻ്റെ ഈ തകർച്ച മാറ്റാൻ, എൻ്റെ ഈ നഷ്ടങ്ങളെ നികത്താൻ, എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തങ്ങൾക്ക് പരിഹാരം വരുത്താൻ, ഞാൻ നേരിട്ടിരിക്കുന്ന ഈ നിന്ദകളെ മാറ്റാൻ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന എല്ലാ വൈതരണികളെയും മാറ്റാൻ നിനക്ക് സകലതും കഴിയും. എത്ര പേർക്കാണ് ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ അത്തരത്തിലൊരു വലിയ ചിന്ത ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരുന്നത്? കർത്താവെ, നിനക്ക് സകലതും കഴിയും. എൻ്റെ ഇന്നത്തെ ഈ ജീവിത സാഹചര്യം, ഇന്ന് ഞാൻ ഈ കടന്നു പോകുന്ന വൈതരണികൾ, ഇന്ന് ഞാൻ നേരിടുന്ന ഈ വെല്ലുവിളികൾ, അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, അതിനെ മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഇടത്ത് തീർച്ചയായിട്ടും ഒരുവന് വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. യോബ് അതാണ് പറയുന്നത്, ദൈവമേ, നിനക്ക് സകലത് കഴിയും, നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുകയാണ്. ദൈവത്തിന് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഉദ്ദേശങ്ങളുണ്ട്. ദൈവം നമ്മെ ആ ഉദ്ദേശങ്ങളിലൂടെ നടത്തുമ്പോൾ നമുക്കത് വളരെ ഹാർഡായിട്ട് തോന്നുമായിരിക്കാം, വളരെ കട്ടിയുള്ളതായിട്ട് തോന്നുമായിരിക്കാം. പക്ഷേങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സർവ്വശക്തിത്വത്തെ, ദൈവത്തിൻ്റെ സർവ്വശക്തിയെ ദൈവം നമ്മുടെ മുമ്പിൽ തെളിയിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ച് പറയുന്ന ഒരു വേദഭാഗം ഈ വിഷയമായി വളരെ സാധർമ്മ്യം പുലർത്തുന്ന ഒരു വേദഭാഗമാണ്. ആ വാക്യം ഇങ്ങനെയാണ്. യിരെമ്യാ പ്രവചനം 32:17 വാക്യം. കർത്താവായ യഹോവേ, നിന്റെ ശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന് പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് അവിടെ പ്രവചിക്കുകയാണ്. ആ പ്രവാചക വാക്യത്തിന് ഒരു പശ്ചാത്തലമുള്ളത്, ഇസ്രായേൽ ജനം ഒരു വലിയ അടിമത്വത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 70 കൊല്ലം നീണ്ടു നിൽക്കുന്ന ആ അടിമത്വം അവസാനിപ്പിച്ച് അവർ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരികയും പിന്നെയും അവരുടെ നിലങ്ങൾ വാങ്ങുകയും വിൽക്കുകയും അവർ അവിടെ കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു വേദഭാഗമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. തൻ്റെ വീണ്ടെടുപ്പിൻ്റെ സർക്കിളിലുള്ള ഒരു നിലം വാങ്ങി അതിൻ്റെ എഴുത്താധാരം ഒരു വലിയ മൺകലത്തിനകത്ത് അടച്ചുപൂട്ടി മണ്ണിൽ കുഴിച്ചിട്ടതിന് ശേഷമാണ് യിരെമ്യാവ് ഈ കാര്യം പ്രവചിക്കുന്നത്. നിങ്ങൾ സർവനാശത്തിലേക്ക് പോയിരുന്നാലും, ബാബിലോണ്യർ വന്ന് നിങ്ങളെ അടിമകളാക്കിയിരുന്നാലും, പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നിരുന്നാലും, നിങ്ങൾക്ക് പിന്നെയും ഒരു തിരിച്ചുവരവും പിന്നെയും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് പ്രവാചക ശബ്ദത്തോടുകൂടെ പറയുന്ന, ആത്മാവിൻ്റെ ധൈര്യത്തോടുകൂടെ പറയുന്ന ഒരു വേദഭാഗമാണ്. ദൈവമേ, നിന്റെ മഹത്വം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ ഇന്ന് എൻ്റെ വാത്സല്യ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടുകൂടെ പറയുന്നു, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ വഴി മുടങ്ങിപ്പോയവരായി, വഴിമുട്ടിയവരായി, ഇനി എങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ലാതെ, എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ, നിങ്ങൾക്ക് കായിക ശേഷി ഇല്ലാഞ്ഞിട്ടല്ല, ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, എവിടെയോ സ്റ്റക്കായി പോയവരെ പോലെ കാണപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ദൈവവചനത്താൽ നിങ്ങളെ തട്ടി ഉണർത്തി പറയുന്നു, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. പലപ്പോഴും നിങ്ങൾക്ക് പലതും അസാധ്യമാണ്, പലപ്പോഴും നിങ്ങൾക്ക് പലതും കഴിയാത്തതുപോലെ ഇരിക്കുകയാണ്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ടൊക്കുന്നത് വളരെ പരിമിതമായിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ നിന്നുകൊണ്ട് പറയുകയാണ്, ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വളരെ കാഠിന്യമാണ്, അത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ പോകുന്നത് പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യെരുശലേമിലെ ഒരു സ്ഥലത്തെ നോക്കിയിട്ടാണ് പറയുന്നത്. അവിടെ ഒരു പ്രവേശന ദ്വാരമുണ്ട്. ആ പ്രവേശന ദ്വാരത്തിലൂടെ ആൾക്കാർ കടന്നാണ് അപ്പുറത്തെ പട്ടണത്തിലേക്ക് പോകുന്നത്. എന്നാൽ അതുവഴി കടന്നു വരുന്ന ഒട്ടകങ്ങൾക്ക് അതുവഴി കടന്നു പോകാനായിട്ട് കഴിയത്തില്ല. എത്ര തന്നെ ശ്രമിച്ചിരുന്നാലും ഒട്ടകത്തിൻ്റെ മുതുക് ആ പ്രവേശന ദ്വാരത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇടിക്കുകയും ഒട്ടകങ്ങൾക്ക് അതുവഴി പ്രവേശിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഇടം, ഒരു പ്രവേശന കവാടം യെരുശലേമിലുണ്ട്. അതിനെ നോക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, ഇതുപോലെയാണ് ധനവാന്മാർ, ഇതുപോലെയാണ് ചിലരുടെ കാര്യം, ചിലർക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയത്തില്ല. അന്നേരം ശിഷ്യന്മാർ തിരിഞ്ഞു പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് രക്ഷ സാധ്യമാകുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ആൾക്കാർ രക്ഷിക്കപ്പെടുന്നത് വളരെ ചുരുക്കമായിരിക്കുമല്ലോ എന്ന് ശിഷ്യന്മാർ തിരിച്ചു പറയുകയാണ്. അന്നേരം യേശു പറയുന്ന ഒരു മറുപടി ഉണ്ട്. മത്തായി സുവിശേഷം 19:26 യേശു അവരെ നോക്കി പറയുകയാണ്, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ്. ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ താല്പര്യം അവസാനത്തെ ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തവർ, ഇനി എന്നാണ് ഈ വ്യക്തിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുന്നത്? എന്നാണ് ഈ വ്യക്തിക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നത്? എന്നാണ് ഇവൻ അല്ലെങ്കിൽ ഇവൾ നല്ലൊരു വ്യക്തിയായി ജീവിക്കുന്നതെന്നൊക്കെ ആരെങ്കിലും ഒക്കെ നോക്കി പറയുന്നുണ്ടെങ്കിൽ
കർത്താവും അതിനും ഒരു മറുപടി നൽകുന്നുണ്ട്. അത് മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷെ ദൈവത്താൽ സാധ്യമാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, മദ്യപാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കീഴടങ്ങാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മാതാപിതാക്കൾ ശ്രദ്ധിക്കുമോ? തീർച്ചയായിട്ടും മനുഷ്യർക്കത് അസാധ്യമാണ്. അവരെ വരുതിക്ക് നിർത്തുവാനും അവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാനും അവർക്ക് നല്ല ജീവിതം ഉണ്ടാക്കുവാനും ഒക്കെ മനുഷ്യർക്ക് ആ കാര്യത്തിനകത്ത് അസാധ്യമാണ്. പക്ഷെ തിരുവെഴുത്ത് നമ്മളോട് പറയുന്നു, അത് ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതൊരു കാര്യത്തും തീർച്ചയായിട്ടും ദൈവത്തിന് അത് സാധ്യമാണ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ മടിക്കേണ്ട. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.